വരാനുള്ള സർവീസ് റോഡിന്റെ ഭാഗം വയഡക്റ്റിന്റെ താഴെ ഭാഗത്തൂടെ ഈ സൈഡിലൂടെ ഇങ്ങനെ അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം ഇനി നടക്കാനുള്ളത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ NH-66 വർക്ക് നടക്കുന്ന വട്ടപ്പാറ ഭാഗത്താണ്. വട്ടപ്പാറ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വർക്കുകൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇനി എത്രത്തോളം വർക്കുകൾ നടക്കാനുണ്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവിടെ വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെയാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കാനുള്ളത്. ഇതാണ് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗം. അവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി സർവീസ് റോഡിന്റെ വർക്കുകൾ ചെയ്യാനുള്ളത്. ഇവിടെ കാണാം നമുക്ക് ക്രാഷ് ബാരിയറിന്റെ വർക്ക് തന്നെ ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇനി കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ സർവീസ് റോഡിന്റെ വർക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ മണ്ണ് എടുത്ത് അതുപോലെ കിടക്കുകയാണ്. ഇവിടെ വർക്കുകളൊന്നും ചെയ്തതായി കാണുന്നില്ല. നമുക്ക് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഭാഗത്തൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തുള്ള വർക്കുകളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഭാഗത്തേന് ഇനി സോയിൽ ലൈനിങ്ങിന് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അതൊന്നും ചെയ്തതായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇപ്പോൾ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്തുള്ള വർക്കുകൾ ഒന്ന് വിശദമായിട്ട് കാണാം. ഇവിടെയാണ് കോൺക്രീറ്റ് വാൾ വരാനുള്ളത്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ വന്നിട്ട് ഇവിടെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുവരാനുള്ളതാണ്. അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല, മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. ഇതാണ് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ സൈഡിലാണ്. അങ്ങോട്ട് വെയിലായതുകൊണ്ട് ക്ലിയർ ഉണ്ടാവും തോന്നുന്നില്ല. നമുക്ക് അവിടെ താഴെ പോയിട്ട് കാണിക്കാം. വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ വെച്ചുകൊണ്ട് റോഡിൻ്റെ വീതി ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി കോൺക്രീറ്റ് വാളല്ലാതെ വേറൊരു മാർഗം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ മണ്ണ് പൊട്ടി വീഴുന്ന ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ നെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് പാറകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. ഇനിയും പാറകളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. എങ്ങനെയാണെന്നുള്ള വർക്കുകളൊന്നും ഇവിടെ ചെയ്തതായിട്ട് കാണുന്നില്ല. പാറൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നല്ലാതെ പുതിയ വർക്കുകളൊന്നും ഈ സൈഡിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ മുകളിൽ കാണിച്ച ഭാഗം അവിടെ നിന്ന് അത്രയും ഭാഗത്തൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഇവിടം വരെയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനിയും ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. മണ്ണ് പൊട്ടി വീണത്, അതിൻ്റെ മുകളിൽ ഇതുപോലെ കോൺക്രീറ്റ് മെറ്റൽ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടത് തട്ടിയതാണ്. ഇവിടെയൊക്കെ ഒരു ചവിട്ടി മണ്ണാണ്, മഞ്ഞ കളറ് കാണാം നമുക്ക്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സർവീസ് റോഡ് നിർമ്മിക്കാൻ പറ്റില്ല അറിയാണ്ടുള്ള ഒരു പരാതി ഇതൊക്കെ കമ്പനി കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു മാർഗ്ഗമാണ് ഇവിടെ ഉള്ളത്, കോൺക്രീറ്റ് വാള് കെട്ടിയിട്ട് സർവീസ് റോഡ് നിർമ്മിക്കുക. അങ്ങനെയുള്ളൊരു വർക്കുകളൊന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കാണുന്നില്ല. മുകൾ ഭാഗത്ത് കുറേ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സെൻട്രൽ ഭാഗത്ത് ഒരു ക്രാഷ് ബാരിയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാണാൻ നമുക്ക് ഇവിടം വരെയാണ് കോൺക്രീറ്റ് വാള് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. ഇതുപോലെ കോൺക്രീറ്റ് വാള് അങ്ങോട്ട് ആ ഭാഗത്തേക്കും ചെയ്യുകയാണെങ്കിൽ റോഡ് ഇതിലൂടെ സർവീസ് റോഡ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്താണെന്നറിയില്ല, കമ്പനി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. അതിൻ്റെ ശേഷം ജനപ്രതിനിധികളും മറ്റുള്ള ജനങ്ങളൊക്കെ കൂടിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും വർക്ക് നടക്കുന്ന വീണ്ടും വാർത്തകളിലൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ വർക്കുകളൊന്നും ചെയ്യുന്നതായി കാണുന്നില്ല. പുതുതായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വീണ്ടും സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തൊക്കെ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള. പിന്നെ വീണ്ടും ഒന്ന് കൂടെ സ്ട്രോങ് ആയിട്ട് സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് കുറച്ച് നിർത്തി വെച്ചതാണെന്ന് തോന്നുന്നത്. പതുക്കെയാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്.
നല്ല അടിപൊളിയായിട്ടുള്ള കുടിക്കാൻ പറ്റിയുള്ള വെള്ളമാണ്. അപ്പൊ മുകളിലൊക്കെ മണ്ണിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, എപ്പോഴാണെങ്കിലും പൊട്ടി വീഴാം. ചവിട്ടി മണ്ണാണ്. അടിഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് പാറയൊക്കെ ഉള്ളത്. വളരെ റിസ്ക്കിയാണ് ഈ സൈഡിലൂടെ ഒക്കെ വാഹനങ്ങൾ പോകുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ സെൻറ്റർ ഭാഗത്തേക്ക് വരെ ക്രാഷ് ബാരിയർ വെച്ചിട്ട് വാഹനങ്ങൾ ഒറ്റ ലൈനായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്രൈനേജിന്റെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം വരെയാണ് ഡ്രൈനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 20 മീറ്റർ അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ പൊട്ടി വീണതൊക്കെ കാണാം. അവിടെ ഒരു മാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. കണ്ടില്ലേ, അവിടെ ഒരു റെഡ് കളറിൽ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ റോഡിന്റെ എന്തെങ്കിലും അളവോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കേസൊന്നും ഇല്ലാത്തോട്ടാ ആയിരിക്കാം. ഇവിടെ കുറെ പ്രാവുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഞാൻ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് സോയിൽ നീലിംഗ് ചെയ്തൊക്കെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്, ക്ലിയർ ചെയ്തിട്ടില്ല. മുകൾ ഭാഗത്തും അതുപോലെ കിടക്കാണ്. ഈ സൈഡിലും ഇതുപോലെ റോഡ് പകുതിയാണ് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇത്രയും ഭാഗത്ത് ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കാണ്. ഇതുപോലെയുള്ള കോൺക്രീറ്റ് വാള് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തൊന്നും അങ്ങനെ കോൺക്രീറ്റ് വാള് ചെയ്യാൻ എന്താണ് മടി എനിക്കറിയില്ല. അപ്പോൾ കമ്പനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും വെച്ചിട്ടായിരിക്കാം ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് ഇപ്പോൾ അധിക വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സോയിൽ നീലിംഗ് വർക്ക് തന്നെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കാണാൻ നമുക്ക് ഇവിടെയൊക്കെ പാറ ഉണ്ട്. ഈ പാറന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നെറ്റ് ചെയ്ത് സോയിൽ നീലിംഗ് വർക്കുകൾ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറകളാണ്. മുകൾ ഭാഗത്താണ് ഇനി റോഡിന്റെ ഇതൊക്കെ വരാനുള്ളത്. പക്ഷെ ഇതുവഴി സർവീസ് റോഡ് ഉണ്ടാവില്ല. പഴയ നമ്മുടെ ഹൈവേന്റെ ഭാഗത്തുള്ള റോട്ടിലൂടെ തന്നെ കയറാം വാഹനങ്ങൾ കടന്നു പോവുക. ആ സൈഡിലുള്ള സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത പോലെ തന്നെയാണ്, പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ കോട്ടക്കല് ഭാഗത്ത് ഇവിടുന്നൊക്കെ വരുന്ന വെട്ടിച്ചിറ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന സർവീസ് റോഡിനാണ് ഇപ്പൊ പ്രശ്നങ്ങളല്ല. അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല. അപ്പൊ ഇത്രയും ഭാഗത്താണ് ഇനി സർവീസ് റോഡ് വരാനുള്ളത്. അപ്പൊ നമ്മളത് ഫസ്റ്റ് കാണിച്ചത് സർവീസ് റോഡിന്റെ ഒരു തുടക്ക ഭാഗമാണ്. അപ്പൊ അവിടെയൊക്കെ കോൺക്രീറ്റ് വാള് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള ഈ കുറഞ്ഞ ഭാഗത്ത് ആണ് കോൺക്രീറ്റ് വാള് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സോയിൽ നീലിംഗിന്റെ വർക്കാണ്, അങ്ങനെയാണ് വരാനുള്ളത്. ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല. അവിടെ ആണെങ്കിൽ ആ ഭാഗത്താണ് വീണ്ടും സോയിൽ നീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടി ഒരു കളർ മാറ്റമൊക്കെ കാണാം നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മാർക്കിംഗ് ചെയ്ത ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഭാഗത്താണ് റോഡിന്റെ ലെവൽ എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് ഒഴിവാക്കിയിട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് തോന്നുന്നത്. അപ്പം മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കറക്റ്റായിട്ട് പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാണിക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ആ ഭാഗത്തുള്ള കാഴ്ചകൾ കാണിക്കാം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് തരിക. സോയിൽ നീലിംഗ് ചെയ്യുന്ന ഭാഗത്ത് നെറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കമ്പി കൊടുത്തിട്ടുള്ളത്. ഒരു നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു ഗ്രിപ്പൊക്കെ കൊടുത്ത് ഇതാ ഇങ്ങനെയൊക്കെ നല്ല സ്ട്രോങ് ആണിത്. ഇതൊക്കെ സിമെൻ്റൊക്കെ ഇതിന് മുകളിൽ വരുമ്പോൾ ഇത് നല്ല പിടുത്തുണ്ടാവും. അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. നമുക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്ത് മഴ മാറിയതിന് ശേഷമായിരിക്കും വർക്ക് ചെയ്യാമെന്നാണ് വർക്കേഴ്സൊക്കെ ഇവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറയുടെ ഇപ്പോഴുള്ള ഒരു പുതിയൊരു മാറ്റങ്ങൾ. ഈ ഭാഗത്തൂടെ ആയിരുന്നു നേരത്തെ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ, സെൻറ്ററിലെ ക്രാഷ് ബാരിയർ വിട്ടിരുന്നു. അതിന് ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്. ഇതാണ് ഇവിടെ കാണാം നമുക്ക്. ഇവിടെ ഒരു റോഡ് പോലെ നിർമ്മിച്ചിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇതാ ഡ്രൈനേജ് വരെ ഇങ്ങോട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ അറിയില്ല. ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജ് കൊണ്ടുവന്ന് വെച്ചത് കാണാം നമുക്ക്. ഇങ്ങനെ ഡ്രൈനേജ് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഈ ഡ്രൈനേജ് ഒരുപക്ഷെ അവിടെ നിന്നുള്ള റോട്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാവാം. ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് പഴയ ഹൈവേന്റെ ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്കാണ് തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് വെള്ളം ഒഴിഞ്ഞു പോവാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അതൊക്കെ അതിനുള്ള വർക്കുകളൊന്നും ചെയ്തതായി കാണുന്നില്ല. അതൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇതാണ് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ വയഡക്റ്റിന്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. പുതിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ മണ്ണും ചെളിയൊക്കെ ആയി കിടക്കാണ്. പഴയ അഴിവാണ് ഈ കാണുന്നത്. ഈ വരുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതും വരുന്നതൊക്കെയാണ്. ഇതിന്റെ കണക്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഒരു മീറ്റർ ബോർഡൊക്കെ കാണാം നമുക്കിവിടെ. അപ്പൊ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച സർവീസ് റോഡ്. ഇതാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് ഇനി വരാനുള്ള സർവീസ് റോഡിന്റെ ഭാഗം. വയഡക്റ്റിന്റെ താഴ്ഭാഗത്തൂടെ ഈ സൈഡിലൂടെ ഇങ്ങനെ. അപ്പൊ അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം ഇനി നടക്കാനുള്ളത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഒരു ക്രാഷ് ബാരിയർ പോലെ ഒരു ബാരിക്കേഡ് ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഇതിന് സേഫ്റ്റിക്കായിട്ട്. അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ മാറി ടാറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങോട്ടാണ് ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ വരാനുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വട്ടപ്പാറ ഭാഗത്തേക്കുള്ളത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.